ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നലെ നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1137 ഇറങ്ങിയിരുന്നു. അതിൽ നമ്മുടെ ഷെംറോക്കിനെ കാണിക്കുകയും അതുപോലെ തന്നെ ഹോളി നൈറ്റ്സ് തൻ്റെ ഫസ്റ്റ് മൂവ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ നടക്കാൻ പോകുന്നൊരു സംഭവത്തിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ടൊന്ന് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ നമ്മുടെ 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ദയവീത് എല്ലാവരും കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് 2Kയിൽ എത്താൻ പറ്റും. എന്നാൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോളി നൈറ്റ്സ് ഇപ്പോൾ ഫസ്റ്റ് മൂവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവല്യൂഷണറി ആർമിയും അടുത്ത ചാപ്റ്ററിൽ അവരുടെ മൂവ് നടത്താൻ പോകും. നമ്മുടെ ഡ്രാഗൺ തന്നെ പറയുന്നത് ഹോളി നൈറ്റ്സ് മൂവ് നടത്തിയാൽ നമുക്ക് അധികം ഷാഡോസിൽ ഒളിച്ച് നിൽക്കാൻ പറ്റില്ല, നമുക്കും നമ്മുടെ മൂവ് നടത്തേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഹോളി നൈറ്റ്സ് മൂവ് നടത്തിയതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രാഗനും അടുത്ത ചാപ്റ്ററിൽ മൂവ് നടത്താൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് വൺ പീസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് കൊടുത്ത നോട്ടിലുള്ളതാണ്. നമ്മുടെ ഹോളി നൈറ്റ്സ് ഫസ്റ്റ് മൂവ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റവല്യൂഷണറി ആർമി അടുത്ത മൂവ് നടത്തും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്തതോ അല്ലെങ്കിൽ അടുത്തയോ ചാപ്റ്ററിൽ നമ്മുടെ ഡ്രാഗനെ കാണാൻ കഴിയും. ഒരുപക്ഷെ നമ്മുടെ ഡ്രാഗൻ എൽബാഫിലേക്ക് വരികയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും റവല്യൂഷണറി ആർമിയിലെ മെമ്പേഴ്സ് എൽബാഫിലേക്ക് വരികയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവർ നമ്മുടെ ലൂഫിനെ സഹായിക്കുന്നതോ ഒരുപക്ഷെ നമ്മുടെ സാബോവും ലൂഫിയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടും, അല്ലെങ്കിൽ ഡ്രാഗനും ലൂഫിയും തമ്മിൽ കണ്ടുമുട്ടാൻ പോലും ഈ ആർക്ക് ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ആർക്ക് കുറച്ച് ലോങ് ആകാൻ പോകുന്നു. നമ്മളെന്തായാലും ഒരു 2 വർഷമെങ്കിലും ഈ ആർക്കിന് വേണ്ടി ഇവിടെ ചിലവേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആർക്കിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കാനുണ്ട്. ഡ്രാഗൻ എൽബാഫിലേക്ക് വരികയാണെങ്കിൽ ലൂഫിയുടെ ഡ്രാഗൻ്റെ റിയൂണിയൻ, പിന്നെ നമ്മുടെ ഷാങ്സും ലൂഫിയും തമ്മിലുള്ള ഫൈറ്റ്, നമ്മുടെ ഷെംറോക്കും ലൂഫിയും തമ്മിലുള്ള ഫൈറ്റ്, പിന്നെ നമ്മുടെ കൂമയുടെ സെൻസ് തിരിച്ചു കൊണ്ടുവരിക, ഇതൊക്കെ നമുക്ക് ഈ ആർക്കിൽ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ലോക്കി ഹോളി നൈറ്റ്സിനോട് പറയുന്നത് ഹോളി നൈറ്റ്സിൽ ഒരു കാരണവശാലും താൻ ജോയിൻ ചെയ്യില്ല എന്ന്. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഡ്രാഗൻ ഇവിടെ വരുന്നതോടുകൂടി നമ്മുടെ ഡ്രാഗൻ്റെ ഓർഗനൈസേഷനായ നമ്മുടെ റവല്യൂഷണറി ആർമിയിൽ വേണമെങ്കിൽ ലോക്കി ജോയിൻ ചെയ്യാം. ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ്, ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഒരുപക്ഷെ നമ്മളങ്ങനെ കണ്ടേക്കാം. കാരണം ഇപ്പം നമ്മുടെ ഹോളി നൈറ്റ്സ് ഇവിടെ വന്ന് ലോക്കിനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹോളി നൈറ്റ്സ് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന്. പക്ഷേങ്കിൽ ലോക്കി അത് റിഫ്യൂസ് ചെയ്തു. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഡ്രാഗൺ വരുമ്പോൾ നമ്മുടെ ലോക്കി ഡ്രാഗനിൽ ജോയിൻ ചെയ്തേക്കാം. കാരണം ലോക്കിയുടെയും ഡ്രാഗൻ്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, വേൾഡ് ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കണം. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഡ്രാഗൻ്റെ കൂടെ നമ്മുടെ ലോക്കിയും ഒരു ടെമ്പററി അലയൻസോ അല്ലെങ്കിൽ റവല്യൂഷണറി ആർമിയിൽ ജോയിൻ ചെയ്യാനോ ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹവും നമ്മുടെ ലൂഫിയുടെ കൂടെ ലോക്കി ജോയിൻ ചെയ്യണമെന്നാണ്. എന്നാൽ തന്നെ നമ്മുടെ ലൂഫിയുടെ ക്രൂ വളരെ പവർഫുള്ളായി മാറും. ഈ സംഭവം നടക്കാൻ വേണ്ടി നമുക്ക് ഏറി വന്ന 1 or 2 ചാപ്റ്റർ കാത്തിരുന്നാൽ മതി. നമ്മുടെ ഡ്രാഗൻ എൽബാഫിൽ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഡ്രാഗൻ ഒരുപക്ഷെ എൽബാഫിൽ വരികയാണെങ്കിൽ നമുക്ക് ഡ്രാഗൻ്റെ പവർ തന്നെ ആദ്യമായിട്ട് കാണാൻ കഴിയും. ഡ്രാഗൻ തൻ്റെ പവർ യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാ വൺ പീസ് ഫാൻസും കാത്തിരിക്കുന്നൊരു മൊമെൻ്റാണ് ഇത്, ഡ്രാഗൻ്റെ പവർ എന്താണെന്ന് അറിയാൻ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഈ ആർക്കോട് കൂടി നമുക്ക് ഡ്രാഗൻ്റെ പവർ കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നത്. ബൈ.